സോ ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അവാർഡ് കാറ്റഗറിയിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഇത് ഇക്കൊല്ലത്തെ മാധ്യമ സംരംഭക പുരസ്കാരമാണ്. ആരാണ് ഇതിന്റെ ജേതാവെന്ന് നമുക്ക് മോണിറ്ററിലൂടെ ഒന്ന് കണ്ടു നോക്കാം. In the fast-paced world of Malayalam television news channels, one name rises above: Reporter News Network. Anto Agustin, MD and Managing Editor, has transformed the network from a regional brand to a national news powerhouse with a deep commitment to truth and storytelling. Anto Agustin ensures every news day is accurate, balanced and impactful, earning the trust of audiences worldwide. Driven by the visionary leadership of Anto Agustin, Reporter is emerging as an unstoppable force in the Indian news industry. His humanitarian efforts in Wayanad, following the devastating landslides, highlight how media can play a crucial role not only in reporting events, but also in aiding and reshaping society. Anto Agustin, a visionary entrepreneur, shaping the future of news and fighting for justice. വാർത്താരംഗത്തെ വിസ്ഫോടനമായി മാറിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടർ ചാനലിന്റെ മാനേജിംഗ് എഡിറ്ററും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ ആന്റോ അഗസ്റ്റിനെ സ്നേഹാദരങ്ങളോടെ ഈ വേദിയിലേക്ക് ഈ ഒരു അവാർഡ് ഏറ്റുവാങ്ങാനായിട്ട് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തെ ആദരിക്കുവാനായിട്ട് കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹനെയും കേരള വിഷൻ ചാനലുകളുടെ മാനേജിംഗ് ഡയറക്ടറായ പ്രജീഷ് അച്ചാണ്ടിയെയും ഒപ്പം തന്നെ ഞങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ കൺസൾട്ടന്റ് ആയ ശിവപ്രസാദ് സാറിനെയും കൂടി വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ആന്റോ അഗസ്റ്റിൻ ആണ് ഞങ്ങളുടെ ഇക്കുറി കേരള വിഷൻ സെക്കൻഡ് ടെലിവിഷൻ അവാർഡ്സിലെ മാധ്യമ സംരംഭക പുരസ്കാരത്തിന് ഇവിടെ ഇതാ അർഹനായിരിക്കുന്നത്. നമുക്കറിയാം റിപ്പോർട്ടർ ചാനലിന്റെ മാനേജിംഗ് ഡയറക്ടറും മാനേജിംഗ് എഡിറ്ററും ഒക്കെയാണ്. അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഇവിടെ ഇതാ പ്രവീൺ മോഹനാണ് പൊന്നാട അണിയിക്കുന്നത്. പ്രവീൺ മോഹൻ സാറാണ് പൊന്നാട അണിയിക്കുന്നത്. പ്രജീഷ് ചാണ്ടി സാറാണ് പുരസ്കാരം നൽകുന്നത്. നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് തന്നെ ഇവിടെ ഇതാ വാർത്താ രംഗത്ത് റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടർ ചാനലിന്റെ ഞങ്ങളുടെ സ്വന്തം ആന്റോ സാറിന് വേണ്ടിയുള്ള ആദരമാണ് നമ്മളിവിടെ കാണുന്നത്. കേരള വിഷൻ ചാനലുകളുടെ മാനേജിംഗ് ഡയറക്ടർ പ്രജീഷ് ചാണ്ടിയാണ് പുരസ്കാരം നൽകുന്നത്. ഇനി ഞങ്ങളുടെ ശിവപ്രസാദ് സാർ, ദ മാനേജിംഗ് ഡയറക്ടർ ഫോർ എൻഡ് ടു എൻഡ് സൊല്യൂഷൻ, ഇതിന്റെ കൂടെ മാനേജിംഗ് ഡയറക്ടറാണ് അദ്ദേഹം. ശിവപ്രസാദ് സാറാണ് ഇവിടെ ഇതാ ഈ ഒരു ഉപഹാരം സമർപ്പിക്കുന്നത്. അവാർഡിന്റെ നിറവിൽ, അംഗീകാരത്തിന്റെ നിറവിൽ, ആദരവിന്റെ നിറവിൽ നിൽക്കുമ്പോൾ കേരള വിഷന്റെ തൃശ്ശൂരിന്റെ ഈ മണ്ണിനോട് എന്താണ് സാർ പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ നിൽക്കുമ്പോൾ റിപ്പോർട്ടർ ടി വിയെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനത്തിൻ്റെ നിമിഷമാണ്. കാരണം റിപ്പോർട്ടർ ടി വി തുടങ്ങിയിട്ട് 1 വർഷവും ഇപ്പം 3 മാസമേ ആയിട്ടുള്ളൂ. ഞാൻ ഏറ്റെടുത്തതിന് ശേഷം 13-14 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ചാനലാണ് റിപ്പോർട്ടർ. നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ കേരള വിഷൻ, ഞാൻ പ്രവീൺ സാറോട് ഇപ്പോൾ പറയുമായിരുന്നു, കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അവാർഡ് കൊടുക്കാൻ ശരിക്കും കേരള വിഷന് മാത്രമേ കഴിയുള്ളൂ. കാരണം ഏഷ്യാനെറ്റിനും അതുപോലെ തന്നെ സി കേരളത്തിനും ഫ്ലവേഴ്സിനും മഴവില്ലിനെയും എല്ലാം കമ്പയർ ചെയ്തിട്ട് അതിലേറ്റവും നല്ല ആൾക്ക് അവാർഡ് കൊടുക്കുക എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു സ്ഥാപനത്തിനും സാധിക്കുന്ന കാര്യമല്ല. അതാണ് ഞാൻ പ്രവീൺ സാറോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ കേരള വിഷനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു നെറ്റ്വർക്കിൻ്റെ ഭാഗമായി റിപ്പോർട്ടർ ടി വി പ്രവർത്തിക്കുമ്പോൾ ഒരു ചെറിയ സ്ഥാപനമാണ് റിപ്പോർട്ടർ ടി വി. കേരള വിഷൻ എന്ന് പറയുന്നത് വലിയ സ്ഥാപനമാണ്. അതിൻ്റെ ഒരു ചെറിയ ഭാഗമായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ ഈ സ്റ്റേജിൽ വന്ന് ഈ അവാർഡ് വാങ്ങാൻ അതിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ അടുത്തുനിന്നും കേരള വിഷൻ്റെ സിഇഒൻ്റെ അടുത്തുനിന്നും നമ്മുടെ ശിവ എന്ന് പറയുന്നത് എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്, അദ്ദേഹത്തിൻ്റെ അടുത്തൊക്കെ സ്വീകരിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. റിപ്പോർട്ടർ ടി വി ഞങ്ങളിങ്ങനെ 1ാം സ്ഥാനം അടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും റിപ്പോർട്ടർ ടി വി കാണണം, നിങ്ങളുടെ സജഷൻസ് പറയണം. അതിൻ്റെ ഞങ്ങൾ 24 hours ലൈവ് പോകുന്ന ഒരു സ്ഥാപനമാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ ചാനൽ പ്രവർത്തിക്കുന്നവർക്കറിയാം, റൺ ഡൗൺ എന്ന് പറയുന്ന സാധനമുണ്ട്. വാർത്തകൾ നമ്മളിങ്ങനെ
നേരത്തെ അടിച്ച് മ്യൂസിക്കൊക്കെ ഇട്ട് സെറ്റാക്കി പാക്കേജ് പോകുന്നൊരു സംവിധാനം, അതെല്ലാം ഒഴിവാക്കി നമ്മൾ എന്താണോ നാട്ടിൽ നടക്കുന്നത് അത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു മാധ്യമ സ്ഥാപനം ചെയ്യേണ്ടത് എല്ലാം വിളിച്ചു പറയുക എന്നുള്ളതാണ്. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിൽ ജനങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്നൊരു സ്ഥാപനത്തിന് 2ാം സ്ഥാനവും 1ാം സ്ഥാനവും 3ാം സ്ഥാനത്തൊന്നും എത്താൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ നല്ലത് മാത്രം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. പ്രത്യേകിച്ച് ഈ അവാർഡിന് എന്നെ ക്ഷണിച്ച റിപ്പോർട്ടർ ടിവിയെ തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. പ്രവീൺ സാർ എന്താണ് പറയാനുള്ളത്? കാരണം ശിവപ്രസാദ് സാറും ഉണ്ട്. സാർ എന്താണ് കേരള വിഷന്റെ ഓരോ തവണ കഴിയുന്നതോറും മികവുറ്റതായി മാറിക്കൊണ്ടിരിക്കുന്നു? വാട്ട് യു ഹാവ് ടു സേ? എല്ലാവർക്കും നമസ്കാരം. കേരള വിഷനെ സംബന്ധിച്ച് പറയുമ്പോൾ കേരള വിഷൻ്റെ നെറ്റ്വർക്കിൽ വരുന്ന എല്ലാ ചാനലുകളും ഞങ്ങൾക്ക് ഒരുപോലെയാണ്. ഒരുപോലെ ആ ഓരോ ചാനലുകളുമായിട്ടും വളരെ അടുത്ത ബന്ധവും ഞങ്ങൾ സൂക്ഷിക്കാറുണ്ട്. അതിൻ്റെ ഉടമകളുമായിട്ടും അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ടെക്നീഷ്യൻസുമായിട്ടും ഒക്കെ, ഡിസ്ട്രിബ്യൂഷനിൽ നിൽക്കുന്ന ആളുകളുമായിട്ടൊക്കെ. അപ്പം നമുക്കറിയാം ഓരോ ചാനലും സർവൈവ് ചെയ്ത് പോകാൻ വേണ്ടി എത്ര സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നുള്ളതിനെ സംബന്ധിച്ച് മറ്റാരേക്കായാലും നല്ല ബോധ്യമുള്ള ആളുകളാണ് കേരള വിഷൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഞങ്ങളെല്ലാവരും. ഇപ്പോൾ റിപ്പോർട്ടറെ സംബന്ധിച്ച് പറയുമ്പോൾ കഴിഞ്ഞ 8-9 വർഷക്കാലമായി റിപ്പോർട്ടർ വന്നതിന് ശേഷം നിലനിന്ന് പോകാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം 1.5 വർഷം കൊണ്ട് പ്രിയപ്പെട്ട ആൻഡോജി അതിൻ്റെ ഉടമസ്ഥതയിലേക്ക് വന്നത് ടേക്കപ്പ് ചെയ്തതിന് ശേഷം ഈ വലിയ മത്സരം നടക്കുന്ന ഓരോ മിനിറ്റിലും എക്സ്ക്ലൂസീവ് വാർത്തകളും പ്രോഗ്രാംസും തമ്മിൽ വലിയ മത്സരം നടക്കുന്ന ഈ വലിയ മേഖലയിൽ കേവലം 1.5 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ചാനലിനെ 2ാമത് വരെ എത്തിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു കഴിവിനെയാണ് കേരള വിഷൻ അംഗീകരിക്കുന്നത്. തീർച്ചയായും അത്തരം നല്ല കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഈ മേഖലയിലേക്ക് വരുമ്പോഴാണ് ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യുക, ഈ ഇൻഡസ്ട്രി മുമ്പോട്ട് പോവുക. അതുകൊണ്ടാണ് കേരള വിഷൻ ഇത്തവണ പ്രിയപ്പെട്ട ആൻഡോജിയെ തെരഞ്ഞെടുത്തത് എന്നുള്ളതാണ് എനിക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്. ഓക്കെ, എനിവേ, താങ്ക് യു. ആൻഡ് പ്രവീൺ സാർ. എല്ലാവർക്കും നമസ്കാരം. 2 വർഷം മുമ്പ് കേരള വിഷനിൽ നിന്ന് ഞാൻ അവാർഡ് സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അവാർഡ് കൊടുക്കുകയാണ്. താങ്ക് യു. പിന്നെ ആൻഡോജിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു ചാനലിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ആൻഡോജി ആദ്യമായിട്ട് കാണുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, റിപ്പോർട്ടർ ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു വലിയ ഓഫീസിൻ്റെ ഒരു കുടുക്ക് മുറിയിൽ ഒരു പ്ലാസ്റ്റിക് കസേരയിലാണ് ഞാൻ ആദ്യമായിട്ട് ആൻഡോജിയെ കാണുന്നത്. അവിടുന്ന് തുടങ്ങി എനിക്ക് തോന്നുന്നു 14-15 മാസത്തിന് മുമ്പ് നടന്ന സംഭവമാണ്. അവിടുന്ന് ഇത്രയും, അതായത് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നും, അത് നമ്മുടെ ഒരു ചൊല്ലുണ്ട്, കണ്ടന്റ് ഈസ് കിങ് ബട്ട് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ക്യൂൻ എന്ന് പറയുന്നത്. ആ ഡിസ്ട്രിബ്യൂഷനെ വാല്യൂ മനസ്സിലാക്കി ഡിസ്ട്രിബ്യൂഷൻ ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തു അതിനെല്ലാം സപ്പോർട്ട് നൽകിയ ആൻഡോജിയുടെ ആ ഒരു ദീർഘവീക്ഷണമാണ് ആ ചാനൽ ഇന്ന് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ആൻഡോജി പറഞ്ഞ പോലെ എത്രയും പെട്ടെന്ന് അത് 1ാം സ്ഥാനത്തേക്കുള്ള പ്രയാണത്തിലാണ്. അത് തീർച്ചയായിട്ടും ഉണ്ടാകും. സോ താങ്ക് യു സോ മച്ച്. Thank you, sir. And what do you have to say, sir? കാരണം it's growing per year. What do you have to say? എൻ്റെ സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് മാത്രമേ എല്ലാ ചാനലുകൾക്കും ഇതുപോലെ അംഗീകാരങ്ങൾ നൽകാൻ സാധിക്കുള്ളൂ. നമ്മുടെ 2ാമത്തെ ടെലിവിഷൻ അവാർഡാണ് ഇന്നിവിടെ നടക്കുന്നത്. 1ാമത്തെ അവാർഡിനും നമ്മൾ മികച്ച മാധ്യമ സംരംഭകനെ തിരഞ്ഞെടുത്തിരുന്നു. ഇത്തവണ നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പേര് ആലോചിക്കേണ്ടതായി വന്നിട്ടില്ല. അത് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ റിപ്പോർട്ടർ ഇന്ന് ഏറ്റവും നല്ല ചാനലുകളായി മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മളിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച് സാർ. ഞങ്ങളുടെ ഇക്കുറി മാധ്യമ സംരംഭക പുരസ്കാരമാണ് നമ്മൾ ആൻഡ്രൂ സാറിന് നൽകിയത്. എല്ലാവർക്കും ഒരു വലിയ നന്ദി അറിയിച്ചുകൊണ്ട് തന്നെ ഇവരുടെ സീറ്റിലേക്ക് ഞങ്ങൾ ആനയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ആൻഡ് പ്ലീസ് ബി ദെയർ. താങ്ക് യു.